വെൻ ഇറ്റ്സ് എ ഫെയിലിയർ അല്ലെങ്കിൽ ദേഴ്സ് എ ലോട്ട് ടു ലേൺ, അത് നമുക്ക് ഉപകാരമായി മാറുന്നത് എനിക്ക് പലപ്പോഴും കണ്ടേക്കുന്ന അതേ. ഇതിനകത്ത് ഏറ്റവും അപകടകാരിയായ മൃഗം മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും വിവേകമുണ്ട് എന്നുള്ളേ ഉള്ളൂ. An actor is as good as his director. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കെഞ്ചോ സാറും പത്മനാഭൻ സാറും ഭരതേട്ടനും ഒക്കെ അന്നത്തെ കാലത്ത് ആക്ടേഴ്സിനെ കൊണ്ട് ബിഹേവ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാനൊരു 8 വയസ്സുള്ളപ്പോൾ കമലഹാസനൊക്കെ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മളൊരു വീഡിയോ എടുത്തത്. അതിൽ എനിക്ക് ലിപ്സിങ് ആയിട്ട് ഇപ്പം മനു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അടുത്ത വട്ടം ഇത് ലിപ്സിങ് നോക്കിയിട്ട് എനിക്ക് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും അപ്ലോസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അതിൽ രാഷ്ട്രീയമില്ല, അത് ഏറ്റവും നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഈ കൺവേ ചെയ്ത മാറ്റർ കറക്റ്റായിട്ട് ജനത്തിന് മനസ്സിലാവുകയും ചെയ്യണം, ജനം ബോറടിക്കുകയും ചെയ്യും. അതേ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഫെസ്റ്റിവൽസെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അജു വർഗീസ്, എം എ നിഷാദ്, ദ ക്യൂ അഭിമുഖത്തിൽ സ്വാഗതം. നമസ്കാരം. അജുചേട്ടാ, 2026 ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് നമ്മൾ തീർന്നു, സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുകയാണ്. ഇൻ്റർവെൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. 2025 അവസാനമാണ് സർവമായ മുതൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ വാഴ വന്നു, ആട് വന്നു, കറുപ്പ് വന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ഈ ലർക്ക് എന്ന സിനിമയിലാണ് തുടങ്ങുന്നത്. ഈ സർവമായ ടു ലർക്ക് റീസെൻറ്റ് ടൈംസ് നോക്കുകയാണെങ്കിൽ ഒരു കരിയർ ഗ്രാഫ് അല്ല, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹാപ്പിയാണോ? സിനിമ ഓടിയത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരാളല്ല. ഓടുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്, റെസ്പോൺസിബിലിറ്റി തീരുക എന്നുള്ളൊരു ഉത്തരം. നമുക്ക് ഭയങ്കര ലേണിംഗ് ഒന്നുമില്ല സിനിമ ഓടിക്കഴിയുമ്പം. പലപ്പോഴും ലേണിംഗ് വരുന്നത് നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രേക്ഷകർ ക്രിട്ടിസൈസ് ചെയ്യുമ്പം നമുക്കൊരു ലേണിങ്ങും ഒരു തിരുത്തലിനുള്ള സാധ്യതയുള്ളൂ. ഇത് സന്തോഷം, സെയിം ടൈം റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ഒരു 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 ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണല്ലോ സിനിമ. ഒരു എഴുത്തുകാരൻ ചിന്തിക്കുമ്പോൾ തൊട്ട് അത് നമ്മൾ നടന്മാരായ നമ്മളിലെത്തി, തിയേറ്ററിലെത്തി, പ്രേക്ഷകരത് ഇറ്റ്സ് എ ഫുൾ സർക്കിൾ. ആ സർക്കിൾ കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു തൃപ്തി, അതൊക്കെ ഉള്ള എനിക്ക് സക്സസ് അത്രേ ഉള്ളൂ. പലപ്പോഴും തിരിച്ചാണ്, വെൻ ഇറ്റ്സ് എ ഫെയിലിയർ അല്ലെങ്കിൽ ദേഴ്സ് എ ലോട്ട് ടു ലേൺ, അത് നമുക്ക് ഉപകാരമായി മാറുന്നത് എനിക്ക് പലപ്പോഴും കണ്ടേക്കുന്ന അതേ ഉള്ളൂ. ഇപ്പോൾ സർവമായിട്ട് ദിസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഒരു തൃപ്തി അതുണ്ട്. ഇപ്പോൾ ലേക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ അടുത്തിടയ്ക്ക് പറഞ്ഞതാണ്, ചെയ്യാത്ത വേഷങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ലേക്ക് ഒരു സിമിലർ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഒരു സെൻസിറ്റീവ്നെസ്സും അതിൻ്റെ ഒരു യുണീക്നെസ്സും ഇപ്പം അത് അങ്ങനെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നതല്ല. സിനിമ എന്ന് പറഞ്ഞ മാധ്യമം നമുക്ക് എന്തും സംസാരിക്കാം. പക്ഷെ ലേക്ക് എന്നൊരു ഓപ്ഷൻ ഇപ്പം നിഷാദിക്ക് അത് ചൂസ് ചെയ്തത് വളരെ ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു, മാത്രമല്ല അത് കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിന് പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പം അതിലൊരു ഭാഗമാകുക. അതാണ് അതിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഓഫീസറിന്റെ റോൾ, ഒരു ഗവൺമെന്റ് സെർവന്റ് റോൾ ചെയ്തിട്ടില്ല. അപ്പം അതെന്താണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ, പിന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ സുഹൃത്തെന്ന് പറയാനുള്ള ഒരു ഇതല്ല, അപ്പം അങ്ങനെ ഞാൻ കാണുന്ന ഒരു എൽഡർ ബ്രദറെ പോലൊരു വ്യക്തിയാണ്. അപ്പം അസോസിയേഷൻ പലപ്പോഴും എൻ്റേത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് ബന്ധം, സൗഹൃദം. 2 റോള്. ചെറുതെന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്, ആ ചെറുതിന് എന്ത് ചെയ്യാൻ പറ്റുന്നു. ഇത് രണ്ടും ലർക്ക് എന്നിൽ ടിക്ക് കിട്ടിയ ടിക്കുണ്ട് രണ്ടിലും. സോ യാ, ഈ ലർക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയമുണ്ട്, കാട് പശ്ചാത്തലമായ ഒരു പ്രമേയമുണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നൊരു ആംഗിൾ ഉണ്ട്. ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് നിഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എന്നതിൽ നിന്ന് തുടങ്ങി ഒരു കഥ രൂപപ്പെട്ട് വന്നതാണ്. ഫ്രം സ്റ്റാർട്ട് അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ, ഡയറക്ടോറിയൽ സിനിമ പകലായിരുന്നു. കർഷകാത്മഹത്യയെ പറ്റിയുള്ള സിനിമ. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി ബോധവാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന വലിയ മാധ്യമത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ പകൽ ചെയ്യുമ്പോൾ ഞാൻ പൂർണ്ണമായും ഓഫ് ബീറ്റ് ലെവലിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ലേക്കിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മേക്കിംഗ് തന്നെ വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഫെസ്റ്റിവൽസിലൊക്കെ സിനിമ പോകുമ്പോൾ ഒരു സോർട്ട് ഓഫ് മൂവീസിനെ മാത്രമേ, ഇപ്പം അതല്ല. ഇപ്പം അത് മാറിയിട്ട് കൊമേഴ്ഷ്യൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെടുകയോ അല്ലെങ്കിൽ
മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്ന സിനിമകളെ പോലും ഫെസ്റ്റിവലിൽ കയ്യടി മേടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. അപ്പോൾ ഈ സിനിമ, ഈ സബ്ജക്റ്റ്, അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോവിഡും പ്രളയം വന്നപ്പോഴാണ് നമ്മുടെ നാട് ഒന്ന് വിറങ്ങലിച്ച് നിന്നത്, അല്ലേ? സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് ഈ വന്യജീവി ആക്രമണം. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഭൂമികയായിരുന്നു ഒരു കാലത്ത് ഈ സംഭവം. ഇപ്പോൾ എവിടം വരെ വന്നു എന്നുള്ള ആലോചിക്കണം. കാര്യം ടൈഗർ സെൻസസ് ഒക്കെ മാറി ഭയങ്കരമായിട്ട് കടുവകളും മറ്റ് വന്യജീവികളുമൊക്കെ പിന്നെ വനമേഖലയിൽ മാത്രമല്ല നഗരത്തിലേക്ക് ഇറങ്ങി ഇതാ ഇപ്പം ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഒരു തീരദേശ ഏരിയയിൽ ഒരു പുലിയെ കണ്ടതാണ് പറയുന്നത്. സോ അതൊരു ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. ആൻഡ് ഹൂ ഇസ് ദ റിയൽ പ്രൊഡക്റ്റർ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും അപകടകാരിയായ മൃഗം മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും വിവേകമുണ്ട് എന്നുള്ളേ ഉള്ളൂ. എങ്കിലും ലേക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ സിനിമ എന്ന വലിയ മാധ്യമത്തിലൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ കടമയുണ്ട്. അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇതൊരു OTT മെറ്റീരിയലിനെ കാര്യം ഉപരിയായിട്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയാനുള്ള കാരണം സത്യസന്ധമായ പ്രാഗ്മാറ്റിക്കായിട്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ സിനിമ അണിച്ചൊരുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനി ഇതെൻ്റെ ശ്രമമാണ്. ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്, ഇത് അവരെ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യം എന്തുകൊണ്ട് തിയേറ്റർ വാച്ച് തന്നെ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും നോക്കില്ല. ഐ എം ദ പ്രൊഡ്യൂസർ കേരള ടോക്കീസ്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇത് ഡോൾബി അറ്റ്മോസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വരുമ്പോൾ 5.1 ചെയ്തങ്ങ് പോയാൽ മതി. പക്ഷേ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാടും പ്രത്യേകിച്ച് വന്യജീവികളും, ഇപ്പോൾ ആനയൊക്കെ നമ്മൾ ലൈവായിട്ടാണ് ചെയ്തത്. മറ്റു കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടിയും അല്ലാതെയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാര്യം കാടിൻ്റെ പശ്ചാത്തലമാണല്ലോ കൂടുതൽ പറയുന്നത്. അതുകൊണ്ടാണ് ലേക്ക് ഞാൻ ആ രീതിയിൽ അണിയിച്ചൊരുക്കാൻ ശ്രമിച്ചത്. അത് ചേട്ടൻ ഇപ്പോൾ പല ആവർത്തി പറഞ്ഞ ഒരു സംഗതി തന്നെയാണ്, ഒരു ഡയറക്ടേഴ്സ് ആക്ടർ. ഇപ്പോൾ ഈ കഥാപാത്രം ഏറ്റവും നന്നായാൽ അതിൻ്റെ ക്രെഡിറ്റ് ഉറപ്പായിട്ടും ഡയറക്ടറിന് കൊടുക്കുക എന്ന രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സിനിമകളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ എല്ലാവർക്കും സ്പെസിഫിക് ആയി നോക്കുകയാണെങ്കിൽ നിഷാദിക്ക എന്ന ഡയറക്ടർ എന്ത് ഒരു ടേക്ക് എടുക്കാൻ പറ്റുന്നത് തിരിച്ചുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് അജിത് ചേട്ടൻ എന്ന ആക്ടർ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് ഞാൻ പറയാൻ കാര്യം, ഡയറക്ടറായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ സ്പേസാണ്. ഞാൻ കഥ കേൾക്കുന്ന ആളല്ല. തിരക്കഥ ഞാൻ ആവശ്യപ്പെടാത്തതിൻ്റെ കാരണം പ്രൈമറിലി സിനിമ എൻ്റെ ഉത്തരവാദിത്തമല്ല. മുഴുവൻ സിനിമ സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ വേഷം മാത്രമേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എൻ്റെ വേഷം ഏറ്റവും നന്നായി അറിയാവുന്നത് അതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും, പലപ്പോഴും അത് ഒരാൾ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം അവർ എത്രയോ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇരുന്നാണ് ഒരു വേഷം, ഒരു ക്യാരക്ടറിൽ നിന്നായിരിക്കും ചിലപ്പോൾ സിനിമ ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഒരു കഥയിൽ നിന്നായിരിക്കും ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത്. അത് പലർക്കും പല രീതിയിലായിരിക്കും. ഫ്രം സീഡ് തൊട്ട് അറിയുന്ന ഒരു കൺവിക്ഷൻ. അതെ. അപ്പം നമുക്കത് ഒരു സിറ്റിങ്ങിലോ ഒരു വായനയിലോ നമ്മൾ അവരുടെ അത്രയും ഇതിലോട്ട് എത്തുന്നില്ല. ഇത് എൻ്റെ മാത്രം പ്രോസസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ നടന്മാരും ആ കമ്മ്യൂണിക്കേഷൻ എത്ര നന്നാവുന്നോ, ആ ചാനൽ എന്താ പറയുക ക്ലീൻ ആൻഡ് ക്ലിയർ ആയാൽ എനിക്കൊന്ന് ആക്ടറിന് അത്രയും ബെറ്റർ ആവും. ഒരിക്കലും അനൂപേട്ടൻ എന്നോട് പറഞ്ഞ വരികളാണ്, ആൻ ആക്ടർ ഈസ് ആസ് ഗുഡ് ആസ് ഹിസ് ഡയറക്ടർ. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ഇപ്പം ഞാൻ 2 സിനിമ അദ്ദേഹത്തിനോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇറങ്ങാനുണ്ട്, ഇപ്പം ഇത് ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പം എനിക്ക് ഫ്രീ കമ്മ്യൂണിക്കേഷൻ സ്പേസ് ഉണ്ട്. എനിക്ക് എസ്സും നോയും ഒരുപോലെ പറയാൻ പറ്റുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഒരു ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ആ ബന്ധത്തിൽ നമുക്ക് എസ്സും പറയാം, സന്തോഷത്തോടെ നോയും പറയാൻ പറ്റും. നമുക്ക് ഇതിങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരില്ലേ. അപ്പം അത് നമ്മളെ തിരിച്ചല്ല ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് 100% കൺവിൻസിങ് ആകുകയും, തിരിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഓ അതങ്ങനെയാണല്ലേ നന്ദി ചെയ്തു എന്ന് പറയാൻ പറ്റുക. അല്ലടാ അത് ശരിയല്ല. എന്തിനും നമുക്ക് സ്പേസ് ഉണ്ട്. അത് എനിക്ക് വളരെ വൈകി കിട്ടി പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് എന്താ പറയുക, റെയർലി ഫൈൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് ധ്യാനോട് അതുണ്ട്, ആൾക്കാർ ഉണ്ട്. പക്ഷെ അത് ആണ് ഈ എന്താ പറയുക നിഷാദിക്കായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നേക്കാൾ
ഒരു കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആവുന്ന ചിലപ്പോൾ ഒരു ഡയറക്ടേഴ്സിന്റെ ഫീഡ്. എനിക്കതാ, എന്നാ? എനിക്ക് നെറേഷനാ. എനിക്ക് വായിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, വായിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി അക്കാഡമിക് പേഴ്സൺ അല്ല. ഞാൻ പുസ്തക വായന ഉള്ളൊരു വളരെ എന്താ പറയാ നമ്മൾ അഭിമാനത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ദുരഭിമാനം. അല്ല സോറി, നമ്മൾ പ്രൗഡായിട്ട് പറയുന്നതിന് തിരിച്ച് ഇച്ചിരി ചമ്മലോടെ പറയാൻ ഞാൻ അങ്ങനെ പുസ്തകം വായിക്കുന്ന ആളല്ല. അതൊരു ഭയങ്കര അഭിമാനത്തോടെ പറയേണ്ട കാര്യമല്ല. അപ്പം എനിക്കൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് കുറച്ചുകൂടി കിട്ടുന്നത്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. അപ്പം ഈസ് വെരി ഗുഡ് അറ്റ് ഇറ്റ്. നിഷാദിക്കയുടെ ഫീഡ് എന്താ? അജുചേട്ടന് കൊടുത്ത ഫീഡ്? അഭിനയത്തിന്റെ വ്യാകരണമൊക്കെ മാറി. ഇപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ടല്ലോ, ഞാൻ അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ ബിഹേവിങ്ങിലേക്ക് സിനിമ വന്നു. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആക്ടേഴ്സിലൊരാളാണ് അജു. അജുവിൻ്റെ ഓരോ സിനിമകളിൽ നിന്നും നമ്മൾ ഓരോ ഫസ്റ്റ് ബാർവാടി മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വയം സാംശീകരിച്ച് ശുദ്ധതയോടുകൂടി സിനിമയെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ആക്ടർ എന്ന നിലയിൽ, ആക്ടർക്ക് വേണ്ടത് എപ്പോഴും സ്വാഭാവികമായിട്ടും അതാണല്ലോ. അയാളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി അയാൾ ഒബ്സർവൻ്റ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പം അജു നന്നായി ബിഹേവ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ഈ അജു ഒന്നും ഇല്ലാതെ, പ്രശാന്തും അജു ഒന്നും ഇല്ലാതെ ഇപ്പോൾ സിനിമ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. കാരണം ഒരു ക്യാരക്ടർ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന പേരുകളിൽ ഒരാൾ അജു ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആക്ടർ എന്നെ അത്രയും സ്വാധീനിച്ചെന്നുള്ളതാണ്. എന്നിലെ പ്രേക്ഷകനെ, എൻ്റെ ഡയറക്ടറെ രണ്ടാമത്തെ സാധനം, അത് പ്രൊഫഷണലായിട്ട് നിൽക്കട്ടെ, പക്ഷെ എന്നിലെ പ്രേക്ഷകനെ അയാൾ മതിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ഇതിലുള്ളത്. അപ്പോൾ വളരെ മനോഹരമായി ബിഹേവ് ചെയ്യുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഈ ബിഹേവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കെ ജി ജോസ് സാറും പത്മനാഭൻ സാറും ഭരതേട്ടനും ഒക്കെ അന്നത്തെ കാലത്ത് ആക്ടേഴ്സിനെ കൊണ്ട് ബിഹേവ് ചെയ്യിപ്പിക്കുമായിരുന്നു. യവരിക മോൻ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ വളരെ തന്മയത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന അയാളൊരു നല്ല നടനാണ്. അതാണ് എനിക്ക് അജുവിനെ പറ്റി. ലർക്കിലിപ്പോ അഭിനയം എന്നൊരു ക്രാഫ്റ്റും കൂടെ ഡയറക്ഷനോടൊപ്പം ഉണ്ടല്ലോ. നിഷാദിക്ക ഇപ്പൊ പകൽ എന്ന സിനിമയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിന് മുമ്പ് തന്നെ ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതിനുശേഷമാണ് ഡയറക്ഷനിലേക്ക് വന്നത്. ഈ റോളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ സിനിമയിൽ തന്നെ ചുറ്റിപ്പറ്റിയാണ് ഈ റോളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അഭിനയത്തിലേക്ക് വരാന്നുള്ള ഒരു ഡിസിഷൻ പോയിന്റ്. അഭിനയം ഞാൻ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. പക്ഷേ ഞാനൊരു 8 വയസ്സുള്ളപ്പോൾ കമലഹാസനൊക്കെ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പിന്നീട് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോലെ അഭിനയത്തിൻ്റെ വ്യാകരണങ്ങൾ മാറി ബിഹേവിങ്ങിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങളൊരു സീൻ തന്നിട്ട് ഓഡിഷൻ വരാൻ പറഞ്ഞാൽ ഞാൻ അട്ടർ ഫ്ലോപ്പായിരിക്കും. മനസ്സിലായി, എനിക്ക് പറ്റില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാരക്ടറിനെ കിട്ടിയ ആ ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിൽ മനനം ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അതുപോലെ ഭയങ്കര അപ്ലോസ് കിട്ടി. എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. കെ സതീഷ് ഡയറക്റ്റ് ചെയ്തത്, ഡാർവിൻ ക്രൂസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, ഞാനും ഇർഷാദും കൂടിയാണ്. ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുന്ന സാധനം. സോഹൻ സംവിധാനം ചെയ്ത ഭാരത സർക്കസ്, ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ ആരും വിളിക്കാറൊന്നുമില്ല. പക്ഷെ എങ്കിലും അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാനൊരു വലിയ ഭാഗ്യം എനിക്ക്. പദയാത്രയിൽ, അത് മമ്മൂക്കാടെ കൂടെ. അതിലെനിക്ക് ഏറ്റവും നന്ദിയുള്ളത് മമ്മൂക്കാടത്തും പ്രൊഫസർ അലിയാർ സാറിൻ്റെ അടുത്തുമാണ്. ഇവർ രണ്ടുപേരാണ് പദയാത്രയിൽ എനിക്ക് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം. ചെറിയ വേഷമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഞാൻ ഡോക്ടർ ബിജുവിൻ്റെ വലിയ ചെറുകുള്ള പക്ഷികളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, അഭിനയം ഞാൻ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ്. ജീവിതത്തിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണെങ്കിലും എന്നെ കണ്ട ആളുകൾ പറയുന്നത് അല്ല തീർച്ചയായിട്ടും. അപ്പോൾ ഈ ലർക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ ജയറാം കല്യാൺ രാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഫ്രഷ്നെസ് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ജയറാം കല്യാൺ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസർ, അയാളൊരു ഫോറസ്റ്റ് സർജനാണ്. അയാൾ ഡാർട്ട് ചെയ്യാൻ വരുന്നതാണ്. ക്യാരക്ടർ ട്രൈബൽ ഓഫീസറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അനുമോള് ചെയ്യുന്ന ക്യാരക്ടർ ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ ടി ജി രവിചേട്ടൻ്റെ ക്യാരക്ടർ സൈജു കുറുപ്പ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മിനിസ്റ്ററുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പ്രശാന്ത് അലക്സാണ്ടർ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിജു സോപാനം, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ജാഫർ ഇടുക്കിയുണ്ട്, പിന്നെ മഞ്ജുപിള്ള കളക്ടറുടെ ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങനെ ഒരു അറേ ഓഫ് ആക്ടേഴ്സ്. ഇവരൊക്കെ ഞാനുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. സോഹനൊക്കെ നമ്മുടെ കുടുംബത്തിലൊരാളെ പോലെ. ഇവരിപ്പോ അജുവൊക്കെ പാട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു, അത് ഭയങ്കര മനോഹരമായിരുന്നു. ഒന്നാം ശാന്തി മാസ്റ്റർ ഒക്കെ ഭയങ്കര ലെജൻഡറി മാസ്റ്റേഴ്സാണ്. നമുക്ക്
നമ്മൾ രാമായണക്കാറ്റ് തൊട്ട് നമ്മൾ ഊട്ടിപ്പട്ടണം തൊട്ട് നരസിംഹം അല്ലേ അങ്ങനെയൊക്കെ ഒത്തിരി തൊട്ട് ഒത്തിരി പടം ഒത്തിരി പടം എടുത്തു പറയാൻ കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കണക്കാണ്. പറഞ്ഞു ഈ പാട്ടുകളൊക്കെ ചെയ്ത വ്യക്തിയാണ് ആ ഉം. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗംഭീര ഒരു സോങ് അതെ ഭയങ്കര അപ്ലോസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലെ മനു മഞ്ജിത്ത് എഴുതിയല്ലേ? മനുമഞ്ജിത് എഴുതിയ മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ പുതിയ ഒരാളാണ് മ്യൂസിക് ഡയറക്ടർ. ഓക്കെ ഓ, അതിനകത്ത് എൻ്റെ പോർഷൻ ഞാൻ പാടിയിട്ടുമുണ്ട്. ഓ അത് ശരി. മനു വന്നിട്ട് എനിക്ക് ഞാൻ ലിപ് സിങ്ക് തെറ്റിച്ചു, ഒരു വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ആ. എന്നിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ്, അതിൽ എൻ്റെ ലിപ് സിങ്ക് തെറ്റി. ഇപ്പം മനു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അടുത്ത വട്ടം ഇത് ലിപ് സിങ്ക് നോക്കിയിട്ട് എനിക്ക് അത് കേട്ടത്. മിനീഷ് തമ്പാൻ എന്ന് പറഞ്ഞ പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. അതിന്റെ ബാക്കി BGM ചെയ്തിരിക്കുന്ന പ്രകാശ് അലക്സ് ആണ്. ആ. പ്രകാശ് അലക്സ് പ്രശാന്തിന്റെ പ്രശാന്ത് ഏട്ടൻ്റെ ആ, വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫെസ്റ്റിവലിൽ പോയിട്ട് അക്ലമേഷൻ കിട്ടിയതാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ റോള് വളരെ ഫെസ്റ്റിവൽസിൽ നമ്മൾ പോയി 10 ഫെസ്റ്റിവൽ. രണ്ടെണ്ണത്തിലേക്ക് ബെസ്റ്റ് ആക്ടർ ഇത് അവാർഡ് വാങ്ങിച്ചു. പിന്നെ മധ്യപ്രദേശിൽ TG രവിചേട്ടന് പിന്നെ സപ്പോർട്ടിങ് ആക്ടർ ഇത് വന്നു. പിന്നെ അതിൻ്റെ എഡിറ്റർക്ക് സൗണ്ട് ഡിസൈനർ. മധ്യപ്രദേശിലെ ഫൈനൽ റൗണ്ടിൽ അനുമോൾ വന്നാണ്. അനുമോളും എനിക്കൊന്ന് വിദ്യാബാലനും വന്നു ഫൈനൽ റൗണ്ടിൽ വന്നു. പിന്നെ ഫൈനൽ റൗണ്ടിൽ പ്രകാശ് അലക്സ് വന്നു മധ്യപ്രദേശ് വിദ്യാ ഫിലിം ഫെസ്റ്റിവലിൽ മ്യൂസിക്കിൻ്റെ. അപ്പോൾ ഇതൊരു അവാർഡിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഒരു നിമിഷം പോലും ജനങ്ങളെ ബോറടിപ്പിക്കാതിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ ഇല്ല എങ്കിൽ പോലും സൊല്യൂഷൻ ഞാൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. ഈ വന്യജീവി ആക്രമണത്തെ പറ്റി ഒരു സൊല്യൂഷൻ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും അനുമോളുമായിട്ടുള്ളൊരു സീക്വൻസിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതൊരു ലേമാന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഇത് ആളുകൾക്ക് മനസ്സിലാവാത്ത പരിചിതമല്ലാത്തൊരു കാര്യമാണ്. ഈ വനമേഖലയിൽ ജീവിക്കുന്നവർ മാത്രമേ ഇത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി മാറി ഇങ്ങ് നഗരത്തിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് വല്ലാത്തൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. വയനാട് ടൗണിൽ കൂടി ആനകളുടെ ഒരു കളിയായിരുന്നു. അതായത് മനുഷ്യര് മുഴുവൻ അകത്താ, മൃഗങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളതാണ്. അപ്പം അത് എവിടം വരെ വരും? ഇപ്പം പന്നിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നികൾ ഭയങ്കരമായിട്ട് കൂടി. എന്തുകൊണ്ടാണെന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രളയം വന്ന ശേഷം കുറേ ഒഴുക്കിൽ വന്നു. അതിനേക്കാളും ഉപരിയായിട്ട് അവരെ പിന്നെ ആക്രമിച്ച് നശിപ്പിക്കുന്ന ഫോക്സിന്റെ ഒരു കാലഘട്ടപ്പെട്ടു പോയി. അവരില്ല, പാമ്പുകൾ ബ്രീഡ് ചെയ്യപ്പെട്ടതില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? അതിനൊരു കഥാരൂപത്തിലാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് നമുക്കിത് റിലേറ്റബിൾ ആവണം എന്നില്ല. പക്ഷെ ഇതൊരു മേജർ വിഷയമായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന അവയർനെസ് എന്ന രീതിയിൽ കൂടെ നോക്കാം. ഫെസ്റ്റിവൽ സർക്യൂട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇപ്പം ഈ ഫെസ്റ്റിവൽ സിനിമകൾ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞൊരു ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടറിന്റെ ഒരു ലൈന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പതിയെ. ഇതിന്റെ ഒരു ഇപ്പൊ ഫെസ്റ്റിവൽ സർക്യൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു കമേഴ്ഷ്യൽ പ്ലസ് ഫെസ്റ്റിവൽ അത് ഏത് രീതിയിലാണ് ഇപ്പൊ ഈ സിനിമയൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ ആസ്പെക്റ്റിൽ ചിന്തിക്കുന്നത്? അതായത് ഇതിനകത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവലിൽ നിന്ന് നമുക്കിപ്പം ഭയങ്കരമായിട്ടുള്ളൊരു കൊമേഴ്ഷ്യൽ ഇത് കിട്ടുമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ട്രാഫിക് പോലത്തുള്ള സിനിമകൾ ഫെസ്റ്റിവലിൽ പോയിരുന്നു. മലയാളം ടുഡേ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പിന്നെ മഹേഷിൻ്റെ പ്രതികാരം, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇത് ജനങ്ങളെ ഇഷ്ടപ്പെട്ട സിനിമകളല്ലേ. തൊണ്ടുമുതലും ദൃക്സാക്ഷികളും പല ഫെസ്റ്റിവലിലും പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ ജനങ്ങളെ കാണിക്കണം എന്ന ഒരു രീതിയിൽ തന്നെ ഒരു സിനിമ അണിയിച്ചൊരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോക്കോൾഡ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തൊരു, പാടാൻ കഴിവില്ലാത്തൊരു മൂളിപ്പാട്ട് ബാത്റൂമിൽ ഇരുന്ന് പാടും. അപ്പം പാട്ട് എന്ന് പറയുന്നത് ആപ്റ്റ് സിറ്റുവേഷനിൽ മാത്രമേ ഈ പടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് അതൊരു ആഘോഷത്തിൻ്റെ ഒരു ഇതിൽ, അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ കൊമേഴ്ഷ്യലിൻ്റെ വേറെ ഒരു ആംഗിളുണ്ട്. ആ ആംഗിളിനേക്കാൾ ഉപരിയായിട്ട് ജനം ഇത് കണ്ട് അവരെ ബോറടിപ്പിക്കാതെ ഇരുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ 10ാമത്തെ മിനിറ്റിൽ മൊബൈലിൽ നോക്കുകയും അത് നോക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യിക്കുക, അതിനെ ജനങ്ങളെ കൂടുതൽ എത്രയും അതിനകത്ത് ആ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുക, അതിനുള്ളതാണ് ഈ കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാസ്റ്റ്നെസ് വേണം, പിന്നെ കട്ടിൽ ഒരു ഇത് വേണം. ഈ കൺവേ ചെയ്ത മാറ്റർ കറക്റ്റായിട്ട് ജനത്തിന് മനസ്സിലാവുകയും ചെയ്യണം, ജനം ബോറടിക്കുകയും ചെയ്യും. അതേ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഫെസ്റ്റിവൽസെല്ലാം ഇപ്പോൾ ഭയങ്കരമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ചേട്ടൻ ഈ ഒരു 12-ന് ശേഷം ഒരു തട്ടം കഴിഞ്ഞ് ഈ ഒരു എത്ര വർഷമായി, ഒരു 11 വർഷമായി ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ വർഷങ്ങളും ഒരു 6 to 8 സിനിമകളെങ്കിലും അൽച്ചേട്ടൻ്റേത് എന്ന രീതിയിൽ തിയേറ്ററിൽ വരുന്നുണ്ട്. ഈ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് എന്നുള്ള പ്രയോഗം ശരിക്കും അൽച്ചേട്ടന് റിയാലിറ്റി ആണോ?
ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കോവിഡിന് ശേഷം അങ്ങനെ ഇല്ല കേട്ടോ. ആ ഉം, അന്ന് ഒരു ആഗ്രഹം ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഉം, ആം, ഒരു ഓർമ്മ മായമോഹിനിയുടെ സെറ്റ് വെച്ച് ആ, നെടുമുടി വേണു സാറിനോടൊപ്പം അദ്ദേഹം എൻ്റെ ഒരു എന്താ പറയുക മെൻറ്റർ സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്മസ് ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, എന്താ ആഗ്രഹം ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടാവണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എല്ലാ ദിവസവും ഷൂട്ട് ആ, പറഞ്ഞപ്പം അത് കിട്ടിക്കഴിയുമ്പം ഇത് ഒന്ന് ഒരു ലീവ് കിട്ടിയാൽ മതി എന്ന് പറയാനാണോ? ഞാൻ പറഞ്ഞു അങ്ങനെ ചിലപ്പോൾ പറയും, ആ, പക്ഷെ ആ, ജെനുവൻലി നമുക്ക് എല്ലാ ദിവസവും വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉം, ഉം, എന്നാ അത് സംഭവിക്കും എന്ന് ഒരു ബ്ലെസ്സിങ് തന്നിരുന്നു. അത് 2011 2013 ആ, ഓൾമോസ്റ്റ് 365 ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തപ്പം ഡിസംബറിൽ പോളിടെക്നിക് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ചാക്കോച്ചാനോട് ആ. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഈ വർഷം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു. അഭിനയിച്ചു. അപ്പൊ അത് പണിയെടുക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല. അതെ 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 സത്യം. അതൊരു സന്തോഷം തോന്നിയിരുന്നു ഒരു തുടക്കത്തിലെ കുറച്ച് നാള്. പക്ഷേ ക്യൂവിന്റെ ഇന്റർവ്യൂ, മനീഷേട്ടന്റെ ഇന്റർവ്യൂ തൊട്ടാണ് അത് അല്ല സിനിമ നടൻ ചെയ്യേണ്ട മുഴുവൻ എന്നുള്ളൊരു തോന്നലുണ്ടായത്. നമ്മൾ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് നമ്മളിൽ നിന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്നും നമ്മുടെ ഉത്തരവാദിത്വം കുറച്ച് കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹമാണ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ തൊട്ടാണ് ഞാൻ കുറച്ചുകൂടി സെലക്റ്റീവ് അല്ലെങ്കിൽ ചൂസി ആയി തുടങ്ങിയത്. ഫ്രം 2020 അപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, കഴിഞ്ഞൊരു 3 വർഷം നമ്മൾ ചെയ്തൊരു വേഷം 3 to 5 ഇയേഴ്സിൽ നമ്മൾ 3 to 3 ഇയേഴ്സിൽ നമ്മൾ ചെയ്തൊരു വേഷം റിപ്പീറ്റ് ചെയ്യാതിരിക്കും. 3 കൂടുതൽ പറ്റൂല, വീണ്ടും സൈക്കിൾ തിരിച്ചു വരും. അപ്പം ഒരു തട്ടത്തിൽ മറയത്തിലെ സപ്പോർട്ടിങ് റോൾ, അല്ലെങ്കിൽ സർവം മയലത്തെ പോലത്തെ ഒരു വേഷം, ഒരു നമ്പൂതിരി യുവാവ് ഒരു നായകന്റെ കൂടെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും അടുത്തൊരു 3 വർഷത്തേക്ക്. അത് നമുക്ക് പ്രാക്ടിക്കലി പറ്റൂ. ഞങ്ങൾക്കൊന്നും അധികം ചോയ്സുകളില്ല. ഉള്ള ചോയ്സുകൾ നിന്ന് നമ്മൾ ഒന്ന് വേർതിരിക്കുക. 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMI ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. കേരള ക്രൈം മറ്റേ ഇതില് മറ്റേ വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ അതെന്ത് മനോഹരമായിട്ട്. അതെ അതെ. എനിക്ക് തോന്നുന്നു പോലീസ് ക്യാരക്ടർ ഹെലനിലായിരുന്നു ആദ്യം ഒരു ഭയങ്കര ഡിസ്റ്റിംഗ്വിഷ് ആയിരുന്നു. ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം ജഗദീഷ് ഏട്ടൻ പറഞ്ഞതാ കറക്റ്റ്. അത് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നടന്മാർ അതിന് പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ടെക്സ്റ്റും ക്യാരക്ടറും ഡിഫൈൻഡ് ആയാൽ അത്രയും ജോലി എളുപ്പമായി. ചെയ്യുന്ന നടന്മാരുണ്ടാവാട്ടോ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ശൂന്യതയിൽ നിന്ന് നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിച്ച സീനുകളുള്ള ചെയ്തിട്ടുള്ള നടന്മാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ മേജർ കേസസ് എത്രമാത്രം ആ എഴുത്തുകാരനും സംവിധായകനും ആ കഥാപാത്രത്തെ കുറിച്ച് ധാരണയുണ്ടോ അത്രയും രസകരമായി മാറും നമുക്ക് പെർഫോം ചെയ്യുമ്പോഴും കാണുന്നവർക്ക്. ഇപ്പൊ ഒരു ഘട്ടത്തില് ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം ഭയങ്കര പാടാണോ? അല്ലല്ല, അങ്ങനെ ഫിനാൻഷ്യലി യെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞത് ഷൂട്ടില്ലാതെ വരുമ്പോൾ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിങ്ങോ, അല്ലെങ്കിൽ നമുക്കൊരു വേഷം വന്നു, സപ്പോസ് അത് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്, നമ്മളിപ്പോൾ ഈ അടുത്ത് ചെയ്ത ഒരു ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ടാവാൻ ചിലപ്പോൾ ആ ഫുൾ സിനിമയിൽ ഉണ്ടാവാം. നമ്പർ ഓഫ് ഡേയ്സ് ചിലപ്പോൾ 30-40 വേണ്ടി വരും. പക്ഷെ ഞാൻ പലപ്പോഴും അതിനേക്കാൾ ഉപരി അതിലൊരു 5 ദിവസത്തെ വേഷം ചോദിക്കും, അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ബാക്കി 20 ദിവസം നമ്മൾ ഇല്ല, അങ്ങനെ നമ്മളത് ബാധിക്കുന്നില്ല. സിനിമ നാളെ ഉണ്ടെന്ന് ഒരു സൗഹൃദങ്ങളിലെങ്കിലും നമുക്ക് പറഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ, ഇല്ലാതെ വന്നാൽ നമുക്ക് ടെൻഷൻ ആവട്ടോ, മനുഷ്യനല്ലേ. ഞാൻ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത്. സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ കൺസേൺ എന്നൊക്കെ പറയാവുന്ന. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ രമേശ് ചെന്നിത്തല സാറായിട്ട് ക്യൂ ഡിസ്കസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് എന്ന രീതിയിൽ ഇപ്പം മന്ത്രിസഭയൊക്കെ മാറിയിട്ട് ഇനീഷ്യലി തന്നെ എക്സിക്യൂഷൻ സ്റ്റേജിൽ നിന്നൊരു പരിപാടിയാണ് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ആസ് എ ഡയറക്ടറോ ആസ് എൻ ആക്ടറോ ഒന്നുമല്ല, സിനിമയിൽ വർക്ക് ചെയ്യുന്ന, സിനിമ പ്രൊഫഷനാക്കി വെക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഒരു ടേക്ക്, ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ഒരു ടേക്ക്, അല്ലെങ്കിൽ സിനിമ അത് എത്രത്തോളം ചാലഞ്ചാണ്, അതിൽ മറികടക്കാൻ എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ. അല്ല, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ഏറ്റവും അപ്ലോസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളും ചെറുപ്പക്കാർക്ക് ദിശാബോധം നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ഇത്തരം മയക്കുമരുന്ന് കാര്യങ്ങളിലൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക കൂടി വേണം. പിന്നെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളെയാണ് അടിച്ചൊഴിക്കുന്നത്. അതായത് യൂസേഴ്സിനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പ്രഭവ കേന്ദ്രം അതിനൊരു നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലൊക്കേഷനിലൊന്നും അങ്ങനത്തെ ഒരു വിഷയങ്ങളെ ഉണ്ടായിട്ടില്ല. വൈസസ് ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരാൾ പോലും പോയിട്ടില്ല. എനിക്കത് ഗ്യാരണ്ടി ചെയ്യാം 100%. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞ് പേഴ്സണലായിട്ട് ആരെങ്കിലും രണ്ടെണ്ണം അടിച്ചാൽ നമുക്കത്, ഞാൻ മദ്യത്തിൻ്റെ കാര്യമാണ്, നമുക്കത് ഇതാക്കുന്നത്, നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഷൂട്ടിംഗ് സമയത്തോ ഷൂട്ടിംഗ് ലൊക്കേഷനിലോ യാതൊരുവിധ പ്രശ്നങ്ങളും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേയൊക്കെ ഇയർസയാണ്. പിന്നെ സിനിമക്കാരും കൂടുതൽ പുറത്ത് നടക്കുന്നില്ലേ? ഏറ്റവും കൂടുതൽ നടക്കുന്നത് പുറത്താണല്ലോ. അതാണല്ലോ സത്യം. എല്ലാ രംഗത്തും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുണ്ട്. ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ ഇടയിലുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഇടയിലുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ, IT പ്രൊഫഷണൽ. ഇപ്പോൾ സിനിമയെ മാത്രമായിട്ട് ഇങ്ങനെ കോർണർ ചെയ്യുമ്പം ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോകുന്നത്. പക്ഷേ തൂഫാൻ ബാരിയറാവാൻ നമുക്കും താല്പര്യമാണ്. ഞാനൊരു ഇതിൽ പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട്, അതായത് രാഷ്ട്രീയമില്ല, അതിനകത്ത് പോസിറ്റീവായിട്ടൊരു നോട്ടിൽ കാണണം. സമൂഹത്തെ ഗ്രസിക്കുന്ന ഏതൊരു വിഷയത്തെയും ശക്തമായി എതിർക്കുക എന്നുള്ളതൊരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. അത് ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ അതിൽ രാഷ്ട്രീയമില്ല. അത് ഏറ്റവും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇപ്പം റൂളിംഗ് ഗവൺമെൻറ് രമേശ് സാർ എടുത്തേക്കുന്നത്. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നന്നായി അഡ്രസ്സ് ചെയ്തേക്കുന്നതാണ് വാഴ 2 ഈ അടുത്ത്. നമ്മൾ എന്തുകൊണ്ട് ഇത് വരുന്നു? പണ്ടൊക്കെ വീടുകളിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പേരൻസിൻ്റെ ബ്രദറോ സിബ്ലിങ്സോ ഒക്കെ ഉണ്ടാവും. അവരോടൊന്ന് സംസാരിക്കാൻ. ഇന്ന് കുട്ടികൾക്ക് ഇവരുടെ ഈ ഹൈ എനർജി ഉള്ളൊരു ഏജാണ്. ഈ 10 വയസ്സ് ടു ഒരു എന്താ പറയുക, ഒരു 25 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭയങ്കര എനർജിയാണ്. എനിക്കൊന്ന് ഹോർമോൺസ് ഒക്കെ ഹൈ ആണ്. ഈ എനർജി കൊണ്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും റിക്രിയേഷൻ, ഔട്ട്ഡോർ ഗെയിംസ് അല്ലെങ്കിൽ വിനോദങ്ങൾ, ഇതൊന്നുമില്ല. സോ വെൻ ദർ ഇസ് എ ചോയ്സ്, നിങ്ങൾക്ക് ഈ എനർജി വേസ്റ്റ് ചെയ്യാം. കുട്ടികളെ ഒരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള 18 വയസ്സിൽ താഴെയുള്ള ഒരു തെറ്റിനും നമുക്ക് കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ അതിൽ ഇഗ്നോറൻ്റ് ആണ്. അവർക്ക് മുന്നിലൊരു ചോയ്സ്, ഇപ്പോൾ യൂസ് ചെയ്യാനൊരു ഇങ്ങനത്തെ എന്തെങ്കിലും സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിക്കാൻ എന്തെങ്കിലും കിട്ടും, അവർ ട്രൈ ചെയ്യും. അവർക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. സോ നമുക്ക് പരിഹാരം കാണണമെങ്കിൽ നമ്മളും അതിനൊരു ഓപ്ഷൻ കാണണം. പണ്ട് ഇവിടെ കളിസ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ഇല്ലേ? വാഴ 2 അഡ്രസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം തന്നെയാണ്. ഇന്നിവിടെ വിനോദങ്ങൾ, വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന് ഇവർക്ക് പോയി ഓടിക്കളിക്കാൻ സ്ഥലമില്ല. അത് ഒരു ഇത്ര റേഡിയസിൽ ഒരു പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ഇതുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുള്ള പോലെ നമ്മൾ ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ഡിസിഷൻ വരേണ്ട, വലിയൊരു ലോ ഡിസിഷൻ വരേണ്ടതാണ്. അങ്ങനത്തെ പോളിസീസ് വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഇറാഡിക്കേറ്റഡ് ആവുള്ളൂ. അല്ലാത്തടത്തോളം കാലം യൂസേഴ്സിന് വേണമെങ്കിൽ ഇതൊക്കെ അവൈലബിൾ ആവും. കാര്യം എല്ലാത്തിനും ലൂപ്പ് ഹോൾസ് ഇവിടെ ഉണ്ട്. സോ ബട്ട് ഞാൻ പറയുന്ന കുട്ടികളെ ഒരിക്കലും ഇതിൽ പ്രതിസ്ഥാനത്തിടരുത്. അവർ വിക്ടിംസ് ആണ് എന്നും എപ്പോഴും. ലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് കണക്ട് ആവട്ടെ പ്രേക്ഷകരിലേക്ക്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.